ഓം ശ്രീരാമചന്ദ്രായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീ വാൽമീകി രാമായണം അരണ്യകാണ്ഡത്തിലെ 49-ാമത്തെ സർഗമാണ് വ്യാഖ്യാനിക്കുന്നത്. സീതാവിലാപമാണ് ഇതിലെ പ്രതിപാദ്യം. സീതയുടെ വചനങ്ങളൊക്കെ കേട്ട് ദശഗ്രീവ പ്രതാപവാനായിരിക്കുന്ന ദശഗ്രീവൻ ഹസ്തേഹസ്തം സമാഹത്യ കൈകൾ തമ്മിൽ കൂട്ടിത്തിരുമ്മി ചകാര സുമഹത് വപു തൻ്റെ ശരീരത്തെ വളരെ വലുതാക്കി. സമൈഥിലീം പുനർവാക്യം ഭാഷയെ വാക്യകോവിത, വാക്ക് പ്രയോഗിക്കുന്നതിൽ സമർത്ഥനായിരിക്കുന്നവൻ സീതയോട് പിന്നെയും പറഞ്ഞു, എൻ്റെ വീരപരാക്രമങ്ങൾ ഉന്മത്തിയായിരിക്കുന്ന നീ കേട്ടിട്ടില്ല എന്ന് ഞാൻ കരുതുന്നു. വാനിൽ നിന്നുകൊണ്ട് ഞാൻ ഭൂമിയെ കൈകൾ കൊണ്ട് എടുത്ത് ഉയർത്താം, കടൽ മുഴുവൻ കുടിച്ചു പറ്റിക്കാം, മരണത്തെപ്പോലും പോരടിച്ച് കൊല്ലാം. കൂർത്ത ശരങ്ങൾ കൊണ്ട് ഞാൻ കതിരോനെ തടുത്ത് നിർത്താം, പാരിടത്തെ പിളർക്കാം. ആയിരിക്കുന്ന എന്നെ നീ കാമരൂപേണ കാണുക. ഇങ്ങനെ പറഞ്ഞു കോപിച്ച രാവണൻ്റെ ചെന്നിറം കൊണ്ട് ചുറ്റും കറുത്തിരുണ്ട കണ്ണുകൾ തീ പോലെ കത്തി ജ്വലിച്ചു. വൈശ്രവണൻ്റെ അനുജനായിരിക്കുന്ന ആ രാവണൻ പെട്ടെന്ന് ആ സൗമ്യമായിരിക്കുന്ന സന്യാസി രൂപം കളഞ്ഞ് സ്വംരൂപം കാലരൂപാപം ഭേജേ വൈശ്രവണാനുജ, സന്യാസി രൂപമൊക്കെ കളഞ്ഞ് കാലൻ്റെ രൂപത്തിനൊത്ത തൻ്റെ രൂപം കൈക്കൊണ്ടു. ആ സ്വരൂപത്തെ വർണ്ണിക്കുകയാണ്. തുടുത്ത കണ്ണുകളോടുകൂടിയിട്ട് തപ്ത കാഞ്ചന കുണ്ടലങ്ങളൊക്കെ അണിഞ്ഞ ഐശ്വര്യവാനായിരിക്കുന്ന കാർമേഘ നിറമാണ്ടവനായിരിക്കുന്ന ആ രാത്രിഞ്ചരൻ കടുത്ത കോപത്തോടു കൂടിയിട്ടുള്ള 10 മുഖങ്ങളും 20 കൈകളും പൂണ്ടുകൊണ്ട് അങ്ങനെ നിന്നു. ഭിക്ഷുവേഷം വിട്ട് തൻ്റെ സ്വന്തം രൂപത്തെ രാവണൻ അങ്ങനെ സ്വീകരിച്ചു. മഹാകായനായിക്കൊണ്ട് ക്രോധം കൊണ്ട് കണ്ണുകളൊക്കെ തുടുത്ത് ചുവന്ന പട്ടുടുത്ത് കരിങ്കാർ കൂട്ടത്തിനൊത്ത കാന്തിയാർന്ന് അവൻ ആ സീതയെ, ശ്രീരത്നത്തെ നോക്കിക്കൊണ്ട് നിന്നു. കറുത്ത കൂന്തലാർന്ന് വസ്ത്രാഭരണങ്ങൾ അണിഞ്ഞ് കതിരോൻ്റെ കാന്തി പോലെ പ്രകാശിക്കുന്ന അവളോട് രാവണൻ പറയുകയാണ്, സുന്ദരി, മുപ്പാരിലും പുകഴേറിയ ഭർത്താവ് വേണമെങ്കിൽ നീ എന്നെയാണ് ആശ്രയിക്കേണ്ടത്. ഞാൻ നിനക്കൊത്ത ഭർത്താവാണ്. നീനാള് എന്നെ സേവിക്കുക, ഞാൻ നിനക്ക് പ്രശസ്തനായിരിക്കുന്ന ഭർത്താവായിരിക്കും. തെജ്ജതാം മാനുഷോഭാവോ മൈഭാവ പ്രണീയതാം, മനുഷ്യരോടുള്ള സ്നേഹമൊക്കെ ഉപേക്ഷിക്കൂ, എന്നിൽ നീ സ്നേഹം വളർത്തൂ. നൈവചാഹം കുചൽഭദ്രേ കരിഷ്യേ തവ വിപ്രിയം, നിനക്ക് അപ്രിയമായിരിക്കുന്നതൊന്നും ഞാൻ ചെയ്യില്ല. അല്പായുസായിരിക്കുന്ന നാട് നഷ്ടപ്പെട്ട കാര്യം കാണാൻ കഴിവില്ലാത്ത രാമനിൽ എന്തു ഗുണങ്ങൾ കണ്ടിട്ടാണ് നീ അനുരക്തയായിരിക്കുന്നത്? ഒരു പെണ്ണിൻ്റെ വാക്ക് കേട്ട് നാടും വീടും ഒക്കെ വിട്ട് കാട്ടുമൃഗങ്ങൾ വാഴുന്ന ഈ കാട്ടിൽ വന്ന് വസിക്കുന്ന വെട്ടിയല്ലേ അവൻ? ഇങ്ങനെ കാമമോഹിതനായിരിക്കുന്ന രാവണ രാക്ഷസൻ്റെ വാക്കുകളൊക്കെ കേട്ട്, അല്ലെങ്കിൽ ദുഷ്ടാത്മാവായിരിക്കുന്ന കാമമോഹിതനായിരിക്കുന്ന രാവണ രാക്ഷസൻ പ്രിയാർഹയായിരിക്കുന്ന പ്രിയവാദിനിയായിരിക്കുന്ന മൈഥിലിയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സീതയെ പിടികൂടി. ഇടം കൈകൊണ്ട് സീതയുടെ തലമുടിയും വലം കൈയാൽ 2 തുടകളിലും പിടികൂടി. അവനെ കണ്ട് പേടിച്ചിരണ്ട വനദേവതമാരൊക്കെ ഓടി ഒളിച്ചു. രാവണൻ്റെ വിശിഷ്ടമായിരിക്കുന്ന തേരും അവിടെ പെട്ടെന്ന് കാണപ്പെട്ടു. പിന്നെ അവൻ പരുഷവാക്കുകൾ പറഞ്ഞ് പഴിച്ചുകൊണ്ട് വൈദേഹിയെ ഒക്കത്തെടുത്ത് തേരിലെ കയറി. യശസ്വിനിയായിരിക്കുന്ന സീത രാവണനാൽ പിടിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ ദുഃഖാർത്ഥിയായിക്കൊണ്ട് രാമ എന്ന് ആ കാട്ടിൽ തന്നെ വിട്ട് അകലേക്ക് പോയ രാമനെ വിളിച്ച് കേണു. കാമാർത്തനായിരിക്കുന്ന രാവണൻ എന്നാൽ അകാമയായിരിക്കുന്ന സർപ്പണിയെപ്പോലെ പിടയുന്നവളായിരിക്കുന്ന സീതയെ എടുത്തുകൊണ്ട് മേൽപോട്ട് ഉയർന്നു. സീതയാകട്ടെ ഉന്മത്തിയെപ്പോലെ ഭ്രാന്തയത്തെയും ആതിരയുമായിട്ട് ഉച്ചത്തിൽ അലറയിട്ടു. ലക്ഷ്മണനെ വിളിച്ച് കരയുകയാണ്, ആ ലക്ഷ്മണ,
ജ്യേഷ്ഠചിത്തപ്രസാദക, കപടവേഷത്തിൽ വന്ന രാക്ഷസൻ എന്നെ അപഹരിക്കുന്നത് നീ അറിയുന്നില്ലേ? ജീവനും സുഖവും സ്വത്തും ധർമ്മത്തിനായി വെടിഞ്ഞ അല്ലയോ രാഘവ, ഇവൻ ധർമ്മഹീനമായിട്ട് എന്നെ അപഹരിക്കുന്നത് അങ്ങറിയുന്നില്ലേ? അധർമ്മികളെ ശിക്ഷിക്കുന്നവനാണല്ലോ അങ്ങ്. ഇങ്ങനെയുള്ള പാപം ചെയ്യുന്ന രാവണനെ അങ്ങ് എന്തുകൊണ്ട് ശിക്ഷിക്കുന്നില്ല? ദുഷ്കർമ്മത്തിൻ്റെ ഫലം പെട്ടെന്ന് കാണപ്പെടുന്നില്ല. സസ്യം കായ്ക്കാൻ എന്നതുപോലെ ഇതിന് കാലവും പാകമാകണം. കാലത്താൽ ബുദ്ധികെട്ട നീ ഈ കർമ്മം ചെയ്തത് കാരണം രാമനിൽ നിന്ന് ജീവിതാന്തകരവും ഘോരവുമായിരിക്കുന്ന ആപത്ത് ഏൽക്കട്ടെ. കഷ്ടം. ഇപ്പോൾ കൈകേയിക്ക് ബന്ധുക്കളോടൊത്ത് സന്തോഷിക്കാം. ധർമ്മരൂപിയും യശസ്വിയുമായിരിക്കുന്ന രാമൻ്റെ ധർമ്മപത്നിയായിരിക്കുന്ന ഞാൻ അപഹരിക്കപ്പെട്ടല്ലോ. ജനസ്ഥാനത്തിലുള്ള പൂത്തു നിൽക്കുന്ന കൊന്നമരങ്ങളെ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ക്ഷിപ്രം രാമായ ശംസത്വം സീതാം ഹരതി രാവണ. രാമനോട് വേഗം പറയൂ, രാവണൻ സീതയെ അപഹരിച്ചു എന്ന്. അരയന്നങ്ങളും നീർക്കോഴികളും നിറഞ്ഞ വന്ദേ ഗോദാവരി നദിയും, ഗോദാവരി നദിയെ ഞാനിതാ വന്ദിക്കുന്നു. എന്തിനാ? ക്ഷിപ്രം രാമായ ശംസത്വം സീതാം ഹരതി രാവണൻ. രാമനോട് വേഗം പറയൂ, രാവണൻ സീതയെ അപഹരിച്ചു. അനേകം മരങ്ങളുള്ള ഈ വനത്തിൽ ദേവതമാരെയും ഞാനിതാ വണങ്ങുന്നു. എന്നെ കവർന്നതായിട്ട് നിങ്ങൾ എൻ്റെ ഭർത്താവിനോട് പറയുക. ഇവിടെ പാർക്കുന്ന പലതരം ജീവജാലങ്ങളെയും പക്ഷിമൃഗഗണങ്ങളെയും ഒക്കെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. രാവണൻ സാധുവായിരിക്കുന്ന സീതയെ അപഹരിച്ചു എന്ന് വേഗം രാമനോട് പറയൂ. മഹാബാഹുവായിരിക്കുന്ന മഹാബലനായിരിക്കുന്ന അദ്ദേഹം അതറിഞ്ഞു കഴിഞ്ഞാൽ പരലോകത്തിൽ നിന്നായാലും അന്ധകൻ കൊണ്ടുപോയാലും പരാക്രമം കൊണ്ട് എന്നെ കൊണ്ട് പോരും. സ തഥാ കരുണോവാചോ വിലപന്തി സുദുഃഖിത. അഴലേറി ദുഃഖമേറിക്കൊണ്ട് കരുണമായിരിക്കുന്ന വാക്കുകളാൽ വിലപിക്കുന്ന അവള് മരത്തിലിരിക്കുന്ന ഗൃധ്രത്തെ കണ്ടു. ഗൃധ്രം ചതുർച്ചായതലോചന സാ തമുദ്വീക്ഷ്യ ശുശ്രോണി രാവണസ്യ വശം ഗതാ സമാക്രന്തൽഭയപര ദുഃഖോപഹതയാ ഗിര. രാവണന്റെ പിടിയിൽപ്പെട്ട് പേടിപ്പെട്ട സുന്ദരയായിരിക്കുന്ന അവള് അവനെ കണ്ട് വ്യസനാർത്ഥമായിരിക്കുന്ന സ്വരത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. ജടായോ പശ്യമാമാര്യ ക്രിയമാണമനാഥവൽ അനേന രാക്ഷസേന്ദ്രേണ കരുണം പാപകർമ്മണ. ജടായോ, ആര്യ ഇത് കാണൂ, പാപകർമാവായിരിക്കുന്ന ഈ രാക്ഷസേന്ദ്രനാല് അനാഥയെപ്പോലെ ഞാനിതാ അപഹരിക്കപ്പെടുന്നു. ഈ നിചാരനെ തടഞ്ഞു നിർത്തുവാനായിട്ട് അങ്ങേക്ക് സാധിക്കുകയില്ലേ? അതുകൊണ്ട് സാധിക്കുകയില്ല. സത്വാൻ ജിതകാശീച സായുധൈശൈവ ദുർമതി നൈഷവാരയിതും ശക്യസ്തവ ക്രൂരോ നിശാചര. ആയുധാരിയായിരിക്കുന്ന ബലവാനായിരിക്കുന്ന ദുരാത്മാവായിരിക്കുന്ന വിജയശീലനായിരിക്കുന്ന ക്രൂരനുമായിരിക്കുന്ന ഈ രാക്ഷസനെ തടഞ്ഞു നിർത്താനായിട്ട് അങ്ങേക്ക് സാധിക്കില്ല. അതുകൊണ്ട് രാമായതു യഥാതത്വം ജടായോ ഹരണം മമ ലക്ഷ്മണായ ച തത്സർവം ആഖ്യാതം അവ്യവശേഷത. എന്നെ അപഹരിച്ച കാര്യമെല്ലാം നേരായിട്ട് രാമനോടും ലക്ഷ്മണനോടും അങ്ങ് പറയണം. അപ്പോൾ അങ്ങനെ ജടായുവിനെ വിളിച്ച് സീത പറയുന്നതോടുകൂടിയിട്ട് ഈ സർഗം അവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും രാമാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവം ശ്രീരാമപാദാരവിന്ദാർപ്പണമസ്തു.